നിങ്ങൾ ശരിക്കും ഒരു യഥാർത്ഥ പുരുഷനാണോ അതോ പേടിത്തൊണ്ടനോ? അതായത് നിങ്ങളിപ്പോൾ ഉള്ളിൽ ഒരു ദുർബലനായ കുട്ടിയാണോ അതോ ഒരു യഥാർത്ഥ പുരുഷനോ? ഇതെങ്ങനെ അറിയാൻ കഴിയും? ഇപ്പോൾ പറയാൻ പോകുന്ന ഗുണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ശക്തനും കരുത്തുറ്റവനുമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു ദുർബലനായ കുട്ടിയാണ്. ഓരോ പുരുഷനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം ഈ വീഡിയോ ഒരു കുട്ടിയുടെയും ഒരു യഥാർത്ഥ പുരുഷന്റെയും ചിന്താഗതിയിലുള്ള വലിയ വ്യത്യാസം തുറന്നു കാട്ടും. കൂടാതെ ചില കൈപ്പേറിയ സത്യസന്ധമായ കാര്യങ്ങളും ഇതിലുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക. ദുർബലരായ പുരുഷന്മാർ ഈ വീഡിയോ കാണരുത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ അച്ഛൻ മരിച്ചതുപോലെ ജീവിക്കുക. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ അച്ഛൻ ഈ ലോകത്തില്ല എന്ന് കരുതി ജീവിക്കുക. ഇത് കേൾക്കാൻ അല്പം വിചിത്രവും മോശവുമായി തോന്നിയേക്കാം. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ താങ്ങും തണലുമായ ഒരാൾ ഈ ലോകത്തില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ കരുതുന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ 100% ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകളിലാണ്. ഇത് തുടക്കത്തിൽ അംഗീകരിക്കാൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഈ ചിന്താഗതിയാണ് ഒരു ആൺകുട്ടിയെ ഒരു പുരുഷനായി മാറ്റുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങൾക്ക് പിന്നിൽ എവിടെയെങ്കിലും നിങ്ങളുടെ അച്ഛൻ്റെ കൈകളുണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഒരു ആൺകുട്ടി വലുതാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അവൻ സ്വയം ഏറ്റെടുക്കണം. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ അത് കണ്ട് അവൻ്റെ അച്ഛനും സന്തോഷിക്കും. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ശരിയോ തെറ്റോ ആയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. ഇപ്പോൾ ഒരു പുരുഷൻ എന്ന നിലയിൽ ഇനി ചെയ്യേണ്ടതെല്ലാം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അതിനാൽ നിങ്ങൾ എത്ര വേഗം ഇത് പഠിക്കുന്നുവോ അത്രയും നല്ലത്. ഒരു യഥാർത്ഥ പുരുഷനും ഒരു കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, ആൺകുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഒരു യഥാർത്ഥ പുരുഷൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അതിന് താനും എവിടെയെങ്കിലും ഉത്തരവാദിയാണ് എന്നാണ്. ഒരാൾ അവരെ വഞ്ചിച്ചാൽ പോലും അവർ മറ്റൊരാളെ മാത്രം കുറ്റപ്പെടുത്തി കരഞ്ഞുകൊണ്ടിരിക്കില്ല. ഇത് തൻ്റെ തന്നെ പ്രവർത്തനങ്ങളുടെയും പെരുമാറ്റത്തിൻ്റെയും ഫലമാണെന്ന് അവർക്കറിയാം. ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരു ആൺകുട്ടിക്കുള്ളിൽ നിന്ന് ശക്തനും സ്വതന്ത്രനുമായ ഒരു പുരുഷൻ ജനിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ ദുർബലനാകുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ പങ്കുവെക്കുക. പുരുഷന്മാർ തുറന്ന് സംസാരിക്കണം. അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു കെണിയാണ്. കരയുന്നത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് വെറും തോന്നലാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പുരുഷന്മാരെ ആരും ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. അവരോട് ഹൃദയം തുറന്ന് സംസാരിച്ചാൽ പോലും അവർ അവസാനം പറയുന്നത് കൂടുതൽ ചിന്തിക്കരുത്, ശക്തനായിരിക്കുക എന്നാണ്. ടൈറ്റാനിക് സിനിമയിൽ പോലും നിങ്ങൾ കണ്ടിരിക്കും. ദുരന്ത സമയത്ത് പോലും ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും ബോട്ടിലയക്കാൻ തീരുമാനിച്ചത്. ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യം കുട്ടികളെയും സ്ത്രീകളെയും ഈ സമൂഹം ദയയും അനുകമ്പയും കാണിച്ച് രക്ഷിക്കുന്നു. എന്നാൽ ഇതിനർത്ഥം ഒരു പുരുഷൻ ഒരിക്കലും കരയരുത് എന്നല്ല. അറ്റ് ദ എൻഡ് നമ്മളെല്ലാവരും മനുഷ്യരാണ്. ചില നിമിഷങ്ങളിൽ കരയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് തനിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മുന്നിലോ ആകാം. എന്നാൽ ജീവിതത്തിൽ കരയുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ സൂചനയാണ് അത് നൽകുന്നത്. അതിനാൽ ഒരു പുരുഷൻ സമയത്തിന് തൻ്റെ വേദനയും കഷ്ടപ്പാടുകളും സഹിക്കാൻ പഠിക്കണം. അതിനെ തൻ്റെ ആയുധമാക്കി ഉപയോഗിക്കണം. സമ്മർദ്ദം വരുമ്പോൾ ഒരു ആൺകുട്ടി തളർന്നു പോകുന്നു. എന്നാൽ ഒരു പുരുഷൻ തന്നിലെ പോരാളിയെ ഉണർത്തുന്നു. വജ്രങ്ങൾ രൂപം കൊള്ളുന്നത് കഠിനമായ സമ്മർദ്ദത്തിൻ്റെ മാത്രമാണ്. ഈ വേദനയാണ് ഒരു ശക്തനായ പുരുഷന്റെ സ്വഭാവം രൂപപ്പെടുത്തുന്നത്. എപ്പോഴും ഒരു പോരാട്ടത്തിന് തയ്യാറായിരിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭാഷണത്തിനിടയിൽ ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം അന്നു മുതൽ മനസ്സിൽ പതിഞ്ഞുപോയി. അതെന്നാൽ ഒരു പുരുഷൻ എന്ന നിലയിൽ എപ്പോഴും ഒരു പോരാട്ടത്തിന് തയ്യാറായിരിക്കുക എന്നതാണ്. കാരണം ശാരീരിക പോരാട്ടം ഒരിക്കലും പറഞ്ഞിട്ടല്ല വരുന്നത്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഒരു ദുർബലനായ കുട്ടിയെപ്പോലെ തോൽക്കേണ്ടി വരും. എന്നാൽ ഓരോ പുരുഷന്റെയും കടമയാണ് സമയം വരുമ്പോൾ തന്നെയും ചുറ്റിലുമുള്ളവരെയും സംരക്ഷിക്കുക എന്നത്. ഉദാഹരണത്തിന് അവൻ്റെ അമ്മ, സഹോദരി, കുടുംബം, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പങ്കാളി തുടങ്ങിയവരെ സംരക്ഷിക്കുക എന്നത്. എന്നാൽ ഈ സ്വയം പ്രതിരോധത്തോടൊപ്പം സ്വയം നിയന്ത്രണവും അത്യാവശ്യമാണ്. ശാന്തനായിരിക്കുമ്പോൾ പോലും മാനസികമായി പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. സാധാരണയായി ആദ്യം വഴക്കില്ലാതെ കാര്യം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. പക്ഷേ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എതിർവശത്തുള്ളയാളെ അവരുടെ ഭാഷയിൽ തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇന്നത്തെ ഇരട്ടത്താപ്പുള്ള ഈ സമൂഹത്തിൽ സ്വാർത്ഥത എന്ന വാക്ക് നെഗറ്റീവായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് വേണ്ടി കുറച്ചെങ്കിലും സ്വാർത്ഥത കാണിക്കണം. എല്ലാവരും പൂർണ്ണമായി സ്വാർത്ഥരായി എപ്പോഴും നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. എന്നാൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രധാന മുൻഗണനകളെയും ലക്ഷ്യങ്ങളെയും ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെയും പറ്റിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായും സ്വാർത്ഥരാകണം. ഒരു യഥാർത്ഥ പുരുഷൻ ശരിയായ സമയം വരുമ്പോൾ ഇനി ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കണം എന്ന് മനസ്സിലാക്കുന്നു. കാരണം നാളെ പരാജയപ്പെട്ടാൽ പാഴാക്കിയ സമയം തിരികെ തരാൻ ആരും വരില്ല എന്ന തിരിച്ചറിവും അവർക്കുണ്ടാകും. അതിനാൽ മടിക്കാതെ സ്വാർത്ഥത കാണിക്കുക.
നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മുൻഗണനകൾ മനസ്സിലാക്കുക, അവയോട് വിശ്വസ്തത പുലർത്തുക. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി സ്വാർത്ഥത കാണിക്കാത്ത കാലത്തോളം ഒരു പുരുഷൻ എന്ന നിലയിൽ നിങ്ങളുടെ പൂർണ്ണമായ കഴിവിലെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അതാണ് ഒരു യഥാർത്ഥ പുരുഷന്റെ ചിന്താഗതി. ഒരു പുരുഷൻ എന്ന നിലയിൽ ശക്തനായിരിക്കുക. ഒടുവിൽ ഒരു കുട്ടിയുടെ അവസ്ഥയിൽ നിന്ന് ഒരു ശക്തനും കരുത്തുറ്റവനുമായ പുരുഷനിലേക്ക് മാറാൻ നിങ്ങൾ ഈ നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമതായി, സാമ്പത്തികമായി ശക്തനും കരുത്തുറ്റവനുമായിരിക്കുക. കാരണം നേരായ കാര്യം പണമില്ലെങ്കിൽ ലോകം നിങ്ങളെ വിലമതിക്കില്ല എന്നതാണ് കൈപ്പേറിയ ഒരു സത്യമാണിത്. സാമ്പത്തികമായി ശക്തനാകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാൻ കഴിയും. ഒരു കുട്ടിയെപ്പോലെ മറ്റൊരാളുടെ അനുവാദമോ അംഗീകാരമോ തേടേണ്ടി വരില്ല. സാമ്പത്തികമായി ശക്തരായ പുരുഷന്മാർക്ക് മാത്രമേ അവരുടെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യവും നിയന്ത്രണവും സ്വന്തം കൈകളിൽ വെക്കാൻ കഴിയൂ. രണ്ടാമതായി, നിങ്ങളെ ദുർബലരാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, അശ്ലീലം, വീഡിയോ ഗെയിമുകൾ പോലുള്ള അനാവശ്യമായ അഡിക്ഷനുകൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഇച്ഛാശക്തിയെയും ദുർബലമാക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളെ ഒരിക്കലും ആൺകുട്ടികളിൽ നിന്ന് പുരുഷന്മാരാക്കാൻ അനുവദിക്കില്ല. മൂന്നാമതായി, മോശമായ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരു തെറ്റായ സ്ത്രീക്ക് അവൻ്റെ ശ്രദ്ധ, ഊർജം, സമാധാനം, ജീവിതം എന്നിവ നശിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ആൺകുട്ടിക്ക് അറിയില്ല. എന്നാൽ ഒരു യഥാർത്ഥ പുരുഷൻ ഭാവിയിലുള്ള അവൻ്റെ സമയവും പണവും ഊർജവും പാഴാക്കാത്ത ഉയർന്ന മൂല്യമുള്ള സ്ത്രീകളെയാണ് നോക്കുന്നത്. ആൺകുട്ടി ശാരീരിക ശ്രദ്ധയിൽ കുടുങ്ങിപ്പോകുന്നു, എന്നാൽ യഥാർത്ഥ പുരുഷൻ അവൻ്റെ മുൻഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നാലാമതായി, ശാരീരികമായി ശക്തനായിരിക്കുക. ഒരു ശക്തമായ ശരീരം സ്വയം പ്രതിരോധത്തിന് മാത്രമല്ല അത്യാവശ്യം, അത് നിങ്ങളുടെ ആത്മവിശ്വാസവും ആധിപത്യവും വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഫിറ്റ് ശരീരം കാണുമ്പോൾ തന്നെ ആളുകൾ മനസ്സിലാക്കും നിങ്ങൾ ദുർബലനല്ല എന്ന്. അഞ്ചാമതായി, മാനസികമായി ശക്തനും അച്ചടക്കമുള്ളവനുമായിരിക്കുക. വൈകാരികവും മാനസികവുമായ നിയന്ത്രണമില്ലാതെ ശാരീരിക ശക്തി അപൂർണമാണ്. അച്ചടക്കമില്ലാതെ നിങ്ങൾക്ക് സ്ഥിരമായി വളർച്ച നേടാൻ കഴിയില്ല. വളരാത്ത ഒരു ചെടി എങ്ങനെ ഒരു വൃക്ഷമാകും? അതുപോലെ ഒരാൺകുട്ടി സ്ഥിരമായി വളർന്നില്ലെങ്കിൽ ലോകം അവനെ ചവിട്ടി മെതിച്ചു പോകും. അവനൊരിക്കലും ഒരു പുരുഷനാകില്ല. അതിനാൽ ഇപ്പോൾ ഈ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഏത് പാത തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക. കൂടാതെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് വരാനിരിക്കുന്ന വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന അറിവ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.